മമ്മിയും ഡാഡിയും കൂടി പറമ്പിൽ നിന്ന് കുറച്ച് വെണ്ടത്തൈകളും മുളക് തൈകളും നടുന്നുണ്ട്. അതിൻ്റെ വിശേഷമാണ് ഇന്നിവിടെ പറയണത്. 15 ദിവസം കുമ്മായിട്ട് വെച്ചേക്കണ തോടണം. അപ്പോൾ അതിലേക്ക് നമ്മൾ വേപ്പും പിണ്ണാക്ക് ഇടണം, ചാണകപ്പൊടി ഇടണം. പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ട്രൈക്കോഡർമ ഇങ്ങനെയല്ല ഇടേണ്ടത്. പക്ഷെ ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും വെള്ളത്തിൽ കലക്കിയിട്ടും ഒക്കെ ഒഴിക്കേണ്ടതൊക്കെയാണ്. ഇത് നേരിയതായിട്ട് ഇട്ട് വയ്ക്കുകയാണ്. ഇത് റൂട്ടിന് ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഡാഡി ഇട്ടുകൊണ്ടിരിക്കണത് വേപ്പും പിണ്ണാക്ക്, ട്രൈക്കോഡർമ അല്ലേ? ആ, ഇതൊരു ലേശം വെച്ചിട്ട് ഇടും. ഇത് ചെയ്യുമ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് അല്ല, വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് കടക്കി ഒഴിച്ച് കൊടുക്കാം. 10 മില്ലി എടുത്തിട്ട് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 10 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താൽ ഈ റൂട്ട് ഡെവലപ്മെൻറ്റിനും പ്ലാന്റ് ഗ്രോത്തിനും ഇത് നല്ലതാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഒരു എളുപ്പപ്പണി ചെയ്യണമെന്ന് മാത്രം. അടുത്തത് ചാണകപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമ്മളിതിന് മണ്ണിടുകയാണ്. ഇപ്പോൾ വെയിലില്ലാത്ത സമയം നോക്കിയിട്ട് നമുക്ക് നടാം. അല്ലെങ്കിൽ നമ്മൾ തൈക്കൾ നടുമ്പോൾ ഉച്ച കഴിയുമ്പോഴേ ശരിക്കും നടാൻ പാടുള്ളൂ. നമ്മൾ നടുമ്പോൾ നല്ല വെയിലുണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മഴ കിട്ടി. അപ്പോൾ ഇപ്പം മഴ കിട്ടി. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിനി നടൽ നോക്കാം. മണ്ണിനെ അത്യാവശ്യം മണ്ണിനെ ഇളക്കൊണ്ട് ഇതിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നട്ടു കൊടുക്കാം. ഇതങ്ങോട്ട് മണ്ണിട്ട് കഴിയട്ടെ കേട്ടോ. ശരിക്കും മുളക് നടേണ്ട സമയം ഇപ്പോഴെയാണ്? അങ്ങനെയൊന്നുമില്ല, മുളകിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ സമയമൊന്നുമില്ല. നട്ടിട്ട് എത്ര നാൾ കഴിയുമ്പോൾ മുളക് ഉണ്ടായി? മുളക് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ആവും. 1.5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും മുളക് പൂട്ടൊക്കെ തുടങ്ങും. ശരിക്കും ഇതൊക്കെ ചെറിയ പീരീഡിലേക്കുള്ളത് എന്താ വെച്ചാൽ പറയുക, ഷോർട്ട് ടൈം ആയിട്ട് നടന്ന സാധനങ്ങളാണ് ഈ മുളകൊക്കെ. പക്ഷെ കാന്താരി മുളക് നട്ടാൽ നമുക്ക് 2-3 കൊല്ലമൊക്കെ ഉണ്ടാവും. ഇതിപ്പം നമ്മൾ കൃഷിഭവനിൽ നിന്ന് നമുക്ക് തൈക്കൾ കിട്ടിയതാണ്. വെണ്ടയുണ്ട്, നമുക്ക് മുളകിൻ്റെയും തൈക്കളുണ്ട്. നമ്മൾ ഒരു തോട്ടിൽ വെണ്ടയും ഒരു തോട്ടിൽ മുളകുമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ചെറിയ തൈകൾ കിട്ടുമ്പോൾ തന്നെ കൊണ്ട് മണ്ണിൽ വെക്കരുത്. അതിനെ നമ്മുടെ ഗ്ലാസ്സുകളിലാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ വലുതാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അതാണ് നമ്മളിതിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അധികം കേടുവന്ന് പോകാൻ ചാൻസ് ഇല്ല. ഈ തൈക്കളെ പറിച്ച് ഗ്ലാസ്സുകളിലാക്കി വെച്ചേക്കുന്നതാണ്. ഇതാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതൊക്കെ? ഇതിപ്പോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി അല്ല, ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. കൃഷിഭവൻ നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് തന്നാണ് ഇതൊക്കെ. നമ്മൾ തരുമ്പോ ചെറിയ പ്രേശമുള്ള തൈക്കളായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ പറിച്ച് നട്ടു. മുളക് തൈ എന്ത് മുളക്? ഇതൊക്കെ കറിമുളകാണ്, എല്ലാം കറിമുളകുണ്ട്. വെണ്ട ഇതൊക്കെ ഗ്ലാസ്സുകളിലാക്കി വെച്ചതാണ്. ഇടയിൽ കുറച്ച് 10 മണി തന്നെയാണ്. പിന്നെ ഇത് വേറെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനെ വേണമെങ്കിൽ കാണിച്ചോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ഒരുപാട് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2ാമത്തെ ട്രിപ്പ് പഴുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കുറച്ച് പൊട്ടിച്ചു. പുതിയത് ഇതേ ഉണ്ടായി വരുന്നുണ്ട്. കുഞ്ഞിതുകള് അപ്പുറത്തുണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രയലിലാണ് നമുക്ക് ചെറിയ തൈക്കൾ വന്നത്. നമ്മളതിനെ ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ച്. ഈ ഗ്ലാസ്സിലേക്ക് നമ്മളാണ് വെച്ചല്ലേ? ഇത് ഗ്ലാസ്സിലേക്ക് നമ്മൾ വെച്ചു. അത് വളമുള്ള മണ്ണായിരിക്കണം. ആ മണ്ണിൽ എന്തൊക്കെയാ കൊടുത്തിരുന്നത്? അതിലും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും അതിലോട്ടുണ്ടായി ട്രൈക്കോഡർമ ഇട്ടു. ഈ വേരുകൾ ചീഞ്ഞു പോകാണ്ടിരിക്കാൻ എപ്പോഴും ട്രൈക്കോഡർമ നല്ലതാണ്. ഈ നടാനുള്ള കുഴികൾ ഓരോന്നിന്നും ഇത് വിടിയിച്ചെടുക്കണം. ഉണ്ടോ? ഞാൻ ഇവിടിഞ്ഞിപ്പോൾ പോണ്ടാടി. ഇത് നട്ടേണ്ടി പോവാം. കണ്ടോ? ഇങ്ങനെ വേണ്ട, ഇതിങ്ങനെ മൂട്ടിന്ന് തട്ടാം. അപ്പം കണ്ട അങ്ങനെ മണ്ണോട് കൂടി മണ്ണോട് കൂടി തട്ടണം. നനച്ചു കൊടുത്താ കുറച്ചും കൂടി. ഇത് നനവുണ്ട്, ഇതിന് ദിശ നനവുണ്ട്. ഇതുകൊണ്ട് വിട്ടുപോകുന്നില്ല.
ഉച്ചയ്ക്ക് അപ്പം ഇന്നത്തെ വെണ്ട നടലും മുളക് നടലും കഴിഞ്ഞിട്ടുണ്ട്. വെണ്ട നടുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നട്ടാണ്, കാരണം ഇലകൾ തമ്മിൽ തൊടാണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. മുളക് കുറച്ച് അടുത്തടുത്ത് നട്ടിട്ടുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ പോയി കുറച്ച് തണലായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മുളക് നടലും വെണ്ട നടലും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ചെടി നടൽ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.